Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പരിചയപ്പെടാനും പോകുന്ന നമ്മുടെ റേബാൻ്റെ മെറ്റാ സ്മാർട്ട് ഗ്ലാസ് ആണ്. നിങ്ങളറിയും ഈ സാധനം നിങ്ങൾ ഓൾറെഡി കുറച്ച് കാലം മുമ്പേ വീഡിയോ കണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ സാധനം ഇത് ഇന്ത്യയിൽ ഇതുവരായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നതും. അതുപോലെ തന്നെ മെയ് 19 ഇത് ആക്ച്വലി നമ്മുടെ ഓൺലൈൻ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകുന്നത്. 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ വേറെ സ്റ്റോഴ്സുകളൊക്കെ, അതായത് ഞാൻ വാങ്ങിച്ചത് ലെൻസ് ആൻഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഓഫ്ലൈൻ ഷോറൂം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഓൺലൈൻ സൈറ്റ് നോക്കിയപ്പോൾ അവർ ഭയങ്കര ലൈറ്റ് ആണ്. 15 ദിവസമൊക്കെ ഡെലിവറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും 2-3 മോഡലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ട്രാൻസിഷൻ വരുന്ന ഗ്ലാസ് മോഡൽ അവൈലബിൾ ആണ്. ഞാൻ ട്രാൻസിഷൻ വരുന്ന ഗ്ലാസ് മോഡലാണ് വാങ്ങിച്ചത്. അങ്ങനത്തെ മോഡൽ ഗ്ലാസ്സിന് വരുമ്പോൾ നമുക്ക് 36,700 ആണ് റേഞ്ച് വരിക. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 29,900 ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, നോർമൽ ഗ്ലാസ് ഉണ്ടല്ലോ, നോർമൽ ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെ സൺ ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ട്രാൻസിഷൻ ഗ്ലാസ് വരുന്നുണ്ട്. ട്രാൻസിഷൻ ഗ്ലാസ് പറയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ UV റേറ്റ് നല്ല നമ്മൾ എന്താ പറയുക വെയിലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം കൂളിംഗ് ഗ്ലാസ് പോലത്തെ മോഡലാവും ഓട്ടോമാറ്റിക്കലി. അത് നമ്മുടെ സാധാ റൂം ടെമ്പറേച്ചർ അല്ല എന്ന് പറയാം, സാധാ ലൈറ്റിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈറ്റിംഗ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാ നോർമൽ ഗ്ലാസ് പോലെ ഔട്ടാണ്. നമുക്ക് പിന്നെ അത് ഞാനത് ആക്ച്വലി കമ്പ്യൂട്ടർ ക്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടാന്ന് വെച്ചാൽ ഇതാണ് ബോക്സ് വരുന്നത്. ഇതിന്റെ ബോക്സ് ഇത് സെയിം ബോക്സ് തന്നെയാണ് നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും കിട്ടാറ്. കുറേ പേരൊക്കെ ഇത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ നമ്മൾ കണ്ടായിരിക്കും ഓൾറെഡി വീഡിയോയിലൊക്കെ. പക്ഷേ ഈ സാധനം ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഇന്ത്യയിൽ സാധനം ലോഞ്ച് ചെയ്തിട്ട് അതാണ് മെയിൻ സംഭവം. നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്ന യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഈ സാധനം. ഞാൻ ഓൾറെഡി 2 ദിവസം മുന്നേ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റേബാനും മെറ്റയും കൂടിയിട്ട് എന്താ പറയുക കോബ്രാൻഡ് എടുത്തിട്ട് ഇറക്കുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ് സാധനം. അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഇത്. വേഫ്രയർ മോഡലാണ്. 2 മോഡൽ അവർ ഇറക്കുന്നുള്ളൂ. ഇതുണ്ട് നമുക്ക് ഇന്ത്യൻ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റിക്കറാണ്. ഇതിൽ MRP ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത് ലെക്സിറ്റോ ഇന്ത്യ ഒരു ഇന്ത്യയാണ്. ലെക്സിറ്റോ ഇന്ത്യ അല്ല, ലെക്സിറ്റോ ട്രൈസ്റ്റാർ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അവിടെയാണ് ഉണ്ടാക്കിയത്. ട്രൈസ്റ്റാർ തന്നെയാണ് ഇവിടെയും ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ലെക്സോട്ടിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡാണത്. പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് April 2025. പുതിയ സാധനമാണ് കേട്ടോ. MRP 35,700 കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. സർവീസ് സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം. റേബാനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രേ കളർ ബോക്സിലാണ് വരിക. ബോക്സിംഗ് ഒക്കെ കൊള്ളാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആണ് കിട്ടുന്നുണ്ടോ. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലെൻസ് ആൻഡ് ഫ്രെയിം എന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബില്ലാണ് കണ്ടോ, ലെൻസ് ആൻഡ് ഫ്രെയിമിൻ്റെ ബില്ലാണ് കണ്ടോ. 1 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ഈ കേസ് ഇരിക്കുക. ഇതാണ് അതിൻ്റെ കേസ് വരുന്നത് കേട്ടോ. ലെതർ, ഒരു ഫുൾ ലെതർ കേസാണ് ഇത്. ചാർജിങ് കേസ് ഇൻക്ലൂഡ് ആണ്. ഞാൻ വഴി വരാം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് കേസ് ഇരിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ബുക്ക്ലെറ്റ്സും അതുപോലെ തന്നെ മാനുവലും അതുപോലെ തന്നെ ഒരു തുടക്കുന്ന തുണിയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. മെറ്റാ വ്യൂ എന്ന് പറഞ്ഞ ആപ്പായിരിക്കും ഇത്. ഗ്ലോബലി റിലീസ് ചെയ്തപ്പോൾ മെറ്റാ വ്യൂ എന്ന് പറഞ്ഞൊരു ആപ്പായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ഈ സാധനം മെറ്റാ എ എന്ന് പറഞ്ഞ ആപ്പായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മെറ്റാ വ്യൂ ആപ്പ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര പണിയായിരുന്നു. ഇത് ലിങ്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൊക്കേഷനൊക്കെ മാറ്റി കൊടുത്താലൊക്കെ അത് ലിങ്ക് ചെയ്യാൻ പറ്റുള്ള ആപ്പിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് മെറ്റ എ എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നേക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കിടിലൻ എക്സ്പീരിയൻസ് ആട്ടോ, പറഞ്ഞുതരാം അത് ഫുള്ളി. അപ്പോൾ ഇവിടെ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ ബോക്സ് ഇട്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫുൾ എന്താ പറയുക പേപ്പർ ബോക്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് സാധനം ഇല്ല. നമുക്കത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അടച്ചു വയ്ക്കുകയും ചെയ്യാം. നമ്മുടെ സാംസങ്ങിലും ആപ്പിളിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ടീയറിംഗ് ടാഗാണ്. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വെച്ചാൽ ഓപ്പണിൽ നിന്ന് തന്നു. അപ്പോൾ അതുകൊണ്ടാണിത്. ഈ ടീയറിംഗ് ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. 2 മെയിൻ ചാനൽസ് ഉണ്ട്. കാണത്തോട് കണ്ടുപോകുന്നത് നമ്മുടെ 3ാമത്തെ ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഞാൻ ഇത് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഞാൻ നോർമലി ഗ്ലാസ്സുകൾ കുറച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ കമ്പ്യൂട്ടർ ഗ്ലാസ് എൻ്റെ 2-3 ഉണ്ട്. ഒരെണ്ണം ലെൻസ് കാർഡിന് ഉണ്ട്. ലെൻസ് കാർഡിന് എനിക്ക് ഇഷ്ടമല്ല, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല സാധനത്തിന്. ഇത് F4 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതാണ് ഞാൻ ഇപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലെൻസ് കാർഡും ഉണ്ട്. ലെൻസ് കാർഡ് എനിക്ക് അത്ര പോരാ. ഞാൻ അവരുടെ ഒരു സ്മാർട്ട് ഒരു സാധനം ഇറക്കിയിരുന്നു. ലെൻസ് കാർഡിൻ്റെ അതിൻ്റെ പേര് എന്തായിരുന്നു, 5,000 രൂപ റേഞ്ചിൽ. അത് കൂറ സാധനം പറഞ്ഞാൽ തനി കൂറ സാധനം. ഞാൻ ഇത് റിട്ടേൺ ചെയ്തിരുന്നു ആമസോണിൽ. 5,000 റിട്ടേൺ കിട്ടി. അതായത് ഇന്ത്യനെ കൂറ എന്ന് പറഞ്ഞാണല്ലോ, തനി കൂറ. ഇവന്മാരൊക്കെ ചെയ്യുന്നത് ഫുൾ ചൈന പോയിട്ട് 50 രൂപയ്ക്ക് വാങ്ങിക്കും, ഇവിടെ 500 രൂപയ്ക്ക് വിൽക്കും. നമ്മുടെ ബോട്ടൊക്കെ ഇനീഷ്യലി ബോട്ടും എന്താ പറയുക അങ്ങനത്തെ കുറെ കുതിര ഇന്ത്യൻ ബ്രാൻഡുകൾ നമ്മുടെ TWS വെക്കുന്നുണ്ടല്ലോ, അതേ സെയിം പരിപാടി തന്നെ.
അപ്പോൾ റേബാൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവരെ റേബാൻ്റെ സ്റ്റാർട്ടിങ് കണ്ണടകളൊക്കെ തന്നെ നോർമൽ കണ്ണടകളൊക്കെ തന്നെ 10,000 രൂപ 15,000 രൂപയ്ക്ക് വരും കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ കിഡ്സിൻ്റെ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു 12,000 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ റേറ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്മാർട്ട് AI ഗ്ലാസും കൂടി വരുമ്പോൾ ഒരു 30,000-35,000 എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ സാധനമൊക്കെ കുറേ പേര് ഇമ്പോർട്ട് ചെയ്തിട്ട് 42,000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് കേസ്. ഇത് ആകെ ഒരു കളർ തന്നെ ഉള്ളൂ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാൽ ഈ കളർ തന്നെ കിട്ടുള്ളൂ. ഒരു ബ്രൗൺ ലെതർ കേസാണ് വരുന്നത്. റേബാൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് കാണാം. ഇതൊരു സ്മാർട്ട് കേസാണ്, ഞാൻ പറഞ്ഞല്ലോ. നമുക്കൊരു Type-C പോർട്ട് വരുന്നുണ്ട്. ഒരു പെയർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബട്ടൺ കൂടെ കാണുന്നുണ്ടായിരിക്കും, അത് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെതറാണ് ഫുള്ള്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ലൈറ്റ് അത് കാണാം. ഇതിപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ഞാൻ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഗ്ലാസ് വെക്കാറുണ്ട് നോർമലി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഹെവി ഉണ്ട്. നോർമൽ നമ്മുടെ സാധാരണ കേസിനെക്കാട്ടും ഒരു നോർമൽ ഹെവിനെസ് ഇതിനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തുണി അത് നിങ്ങൾക്ക് അറിയായിരിക്കില്ല, കണ്ണട അവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ മെയിൻ കണ്ണട, ഇതിൽ ചാർജിങ് പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് അത് കാണാം. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നതായിരിക്കുന്നുണ്ട് ഒരു ഹമ്പ് കണ്ടോ, അത് അതിൻ്റെ ബാറ്ററി പാക്കാണ്. പിന്നെ അത് വെക്കാനുള്ള ചാർജിങ്ങിൻ്റെ സാധനം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കേസ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതിനിട്ട സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണട വരുന്നത്. ഇത് ട്രാൻസിഷൻ മോഡലാണ്. അപ്പോൾ ഇതിൽ UV ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് കളർ കണ്ണടയാവും. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ വ്യൂ കാണിക്കേണ്ട റേബാൻ്റെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും. പിന്നെ ഗ്ലാസ്സമ്മി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇത് രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമറ പോലെ കാണാം. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമേ ക്യാമറ ഉള്ളൂ കേട്ടോ. 12 മെഗാപിക്സലിൻ്റെ ഒരെണ്ണം അതിൻ്റെ ഒരു ലൈറ്റാണ്. ഇതിന് വിയർ ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഒക്കെ സൂപ്പർ കിഡലൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ വോയിസിനൊക്കെ നമുക്ക് കോളിലൊക്കെ ഉപയോഗിക്കുമ്പോഴേ നല്ല സൂപ്പർ ക്ലാരിറ്റിയാണ്. ഞാനത് കുറേ നേരം വെച്ചു, ഞാൻ പറഞ്ഞല്ലോ പടത്തിന് ഇന്നലെ കുറേ നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. നോർമൽ ഗ്ലാസ് വെക്കുന്ന പോലെ തന്നെയുള്ളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് കുറച്ച് തടിയുണ്ടെന്ന് മാത്രം, അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു നോർമൽ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇവിടെ വൈറ്റ് ലൈറ്റ് ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ അത് മെയ്ഡ് ഇൻ ചൈന കാര്യങ്ങളൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. ബാറ്ററീൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ റേബൻ മെറ്റയുടെ വേഫെയറിൻ്റെ അതുപോലെ തന്നെ ലെക്സോട്ടിക്ക അതിൻ്റെയൊക്കെ സൈഡിൽ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് വെക്കുമ്പോൾ ഒക്കെ അതിൽ നമ്മുടെ എന്താ പറയുക, വെക്കുമ്പോഴുള്ള ഡിറ്റക്ഷനൊക്കെ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സൗണ്ട് വരും, വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വരും. അതുപോലെ തന്നെ ബ്ലൂടൂത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. ഞാൻ എൻ്റെ സാംസങ്ങിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്, ബാക്കി ഫോണിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല. അതിൽ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഉണ്ടല്ലോ ടക്കായിരുന്നു അപ്പം തന്നെ കണക്റ്റാവും. ഒരു മെറ്റ ഞാനൊക്കെ ഓൾറെഡി കണക്റ്റായി കണ്ടു. ഇത് Amazfit ആദ്യം കണക്റ്റായിക്കുന്നത്, ഇപ്പോൾ രണ്ടാമത്തെ കണക്റ്റായിക്കോളൂ കേട്ടോ. വന്നു കണ്ടു, ഡിറ്റക്ഷൻ വന്നു, കണക്റ്റായി. ഇതിൽ കാണിക്കില്ല. നമ്മുടെ മെറ്റ എന്നൊരു ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ, അതാണ് സംഭവം കേട്ടോ. അതിലേക്കാണ് നമ്മുടെ ഫോണിലേക്കാണ് ഇതൊക്കെ നമ്മുടെ ഇതിൽ വീഡിയോ എടുത്തേക്കുന്നതൊക്കെ വരിക കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ മെറ്റ ഉണ്ട്. നമുക്ക് ഇതുപോലെ നമ്മുടെ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ തന്നെ ഇതിനോട് ചോദിക്കാം, മെറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരും. അത്യാവശ്യം നല്ല സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ അത്രയും നല്ല വിചാരിച്ചില്ല. ഞാൻ നോർമലി വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് റീസെല് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ റീസെല് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്പ് വരുന്നത്. മെറ്റ AI എന്ന് പറഞ്ഞ ആപ്പാണ് കേട്ടോ. നമുക്ക് പ്ലേ സ്റ്റോറിലും സംഭവത്തിലൊക്കെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ സാധനം. എവിടെ അത് പോയി, മെറ്റ എവിടെ പോയി? ഇതാണ് മെറ്റ AI കണ്ടോ. ഇതാണ് അവരുടെ ആപ്പ്. ഈ ലാസ്റ്റ് സെക്ഷനിലാണ് അവരുടെ കണ്ണട പെയർ ചെയ്യുന്നതും അതിൻ്റെ ചാർജും സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. 100%. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റും ഫേംവെയറും സംഭവമൊക്കെ കൂടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതുകൂടെ സംസാരിക്കും. ഇതുകൂടെ എടുത്ത ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതിലെടുത്ത ഫോട്ടോസൊക്കെ കാണുന്നത്. ഇപ്പോൾ തന്നെ ഞാനൊരു ഡെമോ വേണമെങ്കിൽ കാണിച്ചിട്ട് അപ്പോൾ ആ ഫോട്ടോയിൽ വരുന്ന നോക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് അടിക്കുന്നത് കാണാം. നമുക്ക് ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് അതുകൂടെ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കും. 3 മിനിറ്റ് വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പോർട്രേറ്റ് മോഡിൽ മാത്രമേ പറ്റുള്ളൂ, ലാൻഡ്സ്കേപ്പിൽ വരില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മെറ്റ ടേക്ക് എ ഫോട്ടോ. എത്തിയില്ലേ? മെറ്റ ടേക്ക് എ ഫോട്ടോ. കണ്ടോ? ഫോട്ടോ എടുത്ത് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ആ ഫോട്ടോ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഒരു വൈഫൈ ഓണാക്കാൻ പറയുന്നുണ്ട്. ലാഗ്. ഞാനിതിൽ വൈഫൈ ഓഫ് ആയിരുന്നേ. ഇമ്പോർട്ടിങ് കണ്ടു. ഇമ്പോർട്ടിങ് വരുന്നുണ്ട് ഇതിൽ. ഇമ്പോർട്ടിങ് ഒക്കെ നല്ല ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം തന്നെ ഇമ്പോർട്ട് ആയിക്കോളും. എന്ന് വെച്ചാൽ 32 GB ഉണ്ട്. പക്ഷെ അത് അപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിലേക്ക് വരും കേട്ടോ. അത് അപ്പം തന്നെ വന്നു കൊണ്ടു. ഇതാണ് ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടോ.
ലോഡാവണല്ലോ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിക്ക് വരുന്നുണ്ട് കേട്ടോ. 1080p കിട്ടുക, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിക്ക് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നോർമൽ സൺലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. അത് കുറ്റം പറയാനുള്ള സംഭവമൊന്നുമില്ല. അത്രയും ചെറിയ സാധനത്തിൽ, അതും ഭയങ്കര ഹെവി ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കാണിച്ചുതരാം. ലെൻസ് കാർട്ടിൻ്റെ ഒരു സ്മാർട്ട് കണ്ണടാവുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. 5000 രൂപ വാങ്ങിച്ചിട്ട് അവർ ഏതോ 1000 രൂപയുടെ താഴെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിവിടെ 5000 രൂപയ്ക്ക് വിൽക്കണം. ഒരു കൂറന്ന് പറഞ്ഞാൽ തനി കൂതറ സാധനം. അതിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു മിനിറ്റ്. സ്മാർട്ട് ഗ്ലാസ് ലെൻസ് കാർട്ടിൻ്റെ എൻ്റെ പേരാ ഫോണിക്. ആ സാധനം ഫോണിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടാ. ഒരു സാധനം ഒരാൾ വാങ്ങിച്ചു വെക്കരുത് കേട്ടോ, വെറുതെ കാശ് കളയാനായിട്ട്. ഇപ്പം 4000 രൂപയ്ക്ക് അവർ വിൽക്കുന്ന ഈ സാധനം. ഇതിൻ്റെ ഒന്നാമതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഞാൻ അത് കാരണം അതിന് വീട് എടുക്കാൻ പൂരത്തിന് വെച്ച കണ്ണടയുടെ ക്വാളിറ്റി ഉള്ള സാധനം. അതുപോലെ തന്നെ സ്പീക്കർ ക്വാളിറ്റി ഒന്നും 10 പൈസയ്ക്ക് ഉള്ളില്ല. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ബക്കറ്റിൽ എടുത്ത് കളയാം. വെറുതെ 5000 രൂപ കൊണ്ട് കളയണ്ട. വാങ്ങിക്കണമെങ്കിൽ നല്ല സാധനം വാങ്ങിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഈ സാധനം ആമസോണിലൊന്നും കിട്ടില്ല. ഒന്നെങ്കിൽ റേബാൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചത് ലെൻസ് ആൻഡ് ഫ്രെയിംസ് നിന്ന്. അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള റേബാൻ സെല്ലിംഗ് സ്ഥലങ്ങളുണ്ട്, കണ്ണടക്കടയിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാട്ടെ വേണമെങ്കിൽ. അപ്പോൾ ഇത് ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ വേറെ ചെയ്യാം. പക്ഷേ എനിക്ക് സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധനം നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ ട്രാൻസിഷൻ മോഡൽ വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്കത് കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം, നോർമൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. കൂളിംഗ് സൺഗ്ലാസ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് എന്താ പറയുക, നോർമൽ പർപ്പസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു നഷ്ടമാവും. എന്താ വെച്ചാൽ എത്രയും കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയധികം യൂസേജ് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഇതുപോലെ എന്താ പറയുക സൺഗ്ലാസ് ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, നോർമലി ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓവറോൾ ഈ സാധനമായിട്ട് ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. വെയിറ്റ് ഇപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ വലിയൊരു വെയിറ്റ് ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അത് എടുത്ത് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. മറ്റേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫോണിക്കൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും അറിയാൻ ഡിഫറൻസ്. ഈ സാധനം രണ്ടും തമ്മിൽ പിടിക്കുമ്പോൾ നോർമൽ ഗ്ലാസും ഇത് നോർമൽ കമ്പ്യൂട്ടർ ഗ്ലാസ്സാണ്. ഇതും പിടിക്കുമ്പോൾ ഈ കാണുന്ന തടിയിൽ ഡിഫറൻസ് അല്ലാണ്ട് നമുക്ക് വെയിറ്റ് ഡിഫറൻസ് തീരെ തോന്നില്ല. അതുപോലെ തന്നെ ഇത് കുറേ നേരം വെക്കുമ്പോഴും നമുക്ക് തീരെ ഒരു അൺകംഫർട്ടബിൾ തോന്നില്ല. നോർമൽ ഗ്ലാസ് വെച്ച പോലെ തോന്നുള്ളൂ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക പവറും വേണമെങ്കിൽ വെക്കാട്ടോ. അത് നമുക്ക് അവർ ചെയ്തു തരും. നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നോർമലി ഞാൻ കണ്ണട വെക്കാറില്ല, പവറുള്ള കണ്ണട വെക്കാറില്ല. അതുകൊണ്ട് അവർ അത് വെച്ചുതരും. അത് എനിക്ക് തോന്നുന്നു കുറച്ച് മണിക്കൂറിൽ തന്നെ ആക്കി തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പവറുള്ള കണ്ണട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടും കേട്ടോ. അതിപ്പോൾ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിടലിന് എക്സ്പീരിയൻസ് പറയുമ്പോൾ എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ റേബാൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ അത് എക്സ്പെൻസീവ്, കാശ് കൊടുക്കാണ്ട് സാധനം കിട്ടില്ല. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വാങ്ങിച്ചാണ്. നമ്മൾ ഇതുപോലെ കുറേ ഫോണുകൾ വാങ്ങിക്കുന്നതൊക്കെ അതുപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മളിത് റീസെല് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ കുറേ എന്താ പറയുക പോക്കറ്റിൻ്റെ അത് കാണിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരും. അപ്പോൾ അവന്മാർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. നമ്മളെന്താ പറയുക ഇത് അല്ലെങ്കിൽ ഇപ്പോൾ 36,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 30,000 രൂപ കണ്ണട വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി നോക്കി നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കുതിരകളുണ്ടല്ലോ, iPhone 11ഉം 10ഉം ഒക്കെ കാശും കൊടുത്ത് കയ്യും കന്ന് കാശ് കൊടുത്തിട്ട് ഈ കുതിര സാധനം പോയി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ. അമ്മമാർക്കൊന്നും പറഞ്ഞിട്ട് തരില്ല, അമ്മമാർക്കൊന്നും ബോധമില്ല. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സാധനം എന്നറിയോ? കോൾ ക്വാളിറ്റി. ഒരു രക്ഷയില്ലാത്ത കോൾ ക്വാളിറ്റി ഇട്ടാ. ഞാൻ എന്തായാലും മോളിലൊക്കെ പോയി മോളിട്ടാ ശോഭ സിറ്റി മോളിലൊക്കെ പോയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കോൾ ക്വാളിറ്റി കേട്ടാ. സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പറയുമ്പോൾ സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ കുറേ മൈക്കുകളുണ്ട്. അത് എടുത്ത് പറയേണ്ട സംഭവമാണ് നമുക്ക്. പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ആക്ച്വലി ഈ സാധനം സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. JBLൻ്റെ ലൈവ് ബീം 3 യൂസ് ചെയ്തിട്ടില്ലേ. ഞാനൊരു ആക്ച്വലി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു ആമസോണിൽ. ഇതിന് 14,999 പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് അറിയില്ലല്ലോ JBLൻ്റെ സാധനം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാസ് ലവേഴ്സിനൊക്കെ കിടലാണ് സാധനമാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളറാണ്, ഇൻക്ലൂഡിങ് ഞാൻ ഒരു കേസും സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യൂസറും നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഇൻക്ലൂഡിങ് 2 കൊല്ലം വാറണ്ടി, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാണ് JBLൻ്റെ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും റിപ്ലൈ സാധനങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.